ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 5ാം ദിവസവും തുടരുകയാണ്. അതേസമയം വീണ്ടും മഴ വന്നതോടെ തെരച്ചിൽ മന്ദഗതിയിലായി. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇതോടെ തടസ്സപ്പെട്ടു. ಇಬ್ಬರಿಗೂ ಕೆಲಸ ಕೊಡಿಸ್ತೀನಿ ಕಣ್ಣಲ್ಲಿ ಆಮೇಲೆ ಪರಿಹಾರ ಬಾಡಿ ಹುಡುಕಿಸ್ತಿದಾರಲ್ಲ ಅವ್ರು ಈವನ್ ನೀರಲ್ಲೂ ಟ್ರೈ ಮಾಡ್ತಿದ್ದಾರೆ. 4 ಬೋಟ್ಗಳು ಇನ್ನೂ ಓಡಾಡ್ತಾನೆ ಇದ್ದಾರೆ. ಇದು ನೋಡಿಸ್ತಿದ್ದಾರೆ. ಕೆಲಸ ಅಂತೂ ಮಾಡ್ತಿದ್ದಾರೆ. ಸ್ವಲ್ಪ ಡಿಲೇ ಆಗಿದೆ. ಧೈರ್ಯ ತಗೋಬೇಕು. ಕೆಲಸ ಕೊಡಿಸಿ ಗೊತ್ತಾಯ್ತು ತಂದೆ ಯಾರಿಗೇ ಆಗಲಿ ಅಂತ ಎಲ್ಲ ಮಕ್ಕಳಿಗೂ ಅನುಭವ ಇದ್ದೇ ಇರುತ್ತೆ. തെരച്ചിൽ വീഴ്ചയുണ്ടാകുന്നു എന്നും എത്രയും വേഗം കരസേനയെ ഇറക്കണമെന്നുമാണ് അർജുന്റെ കുടുംബം ആരോപിക്കുന്നത്. കേരളത്തിൽ നിന്ന് അവിടേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായി നിൽക്കുന്നവരുമുണ്ട്. അതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അർജുനെ കണ്ടെത്തുന്നതുവരെ രക്ഷാദൗത്യം നിർത്തിവെക്കരുത് എന്നും കുടുംബം ആവശ്യപ്പെട്ടു. മാനുഷിക പരിഗണന കാണിക്കണം. ഇനിയൊരാൾക്കും ഇങ്ങനെ ഉണ്ടാകരുത് എന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഈ മോനെ മാത്രം വിചാരിച്ചാണ് അവിടെ മണ്ണെടുക്കൽ തുടങ്ങിയത്. അവിടെ വാഹനങ്ങൾ വേറെ കിട്ടുന്നുണ്ട്, ബോഡികൾ കിട്ടുന്നുണ്ട്. ഒന്നും പുറലോകം അറിയുന്നില്ല. ഈ മോന്റെ വണ്ടി എത്തുമ്പോഴത്തേക്ക് എത്ര വണ്ടി കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറലോകം അറിയണം. എല്ലാവർക്കും നീതി കിട്ടണം. ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് ഭയമുണ്ട് മക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിക്കുമെന്നും കൂടെ. എന്താ വെച്ചാൽ മോൻ്റെ വണ്ടീൻ്റെ 2 ഓണർമാരിൽ ഒരാളെ അവിടുത്തെ SP വേദനയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മക്കൾക്കൊക്കെ ഒരു ഭയപ്പാടും കൂടെ ഉള്ളതാണ്. ഈ ഒരു ഭീകരാന്തരീക്ഷം കൂടിയാണ്. അവിടെ മറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു എന്താ വെച്ചാൽ ഭാഷേൻ്റെ വിഷയമുണ്ട്. മനസ്സിലെ ഈ കടലിരുമ്പ് പോലത്തെ ഈ അവസ്ഥ അതിൻ്റെ മുന്നിൽ പെട്ടിച്ച് അവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൻ്റെ മന്ദഗതിയും കൂടെ കാണുമ്പോൾ ഇവർ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ ചോരയാണ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എന്തവസ്ഥയിലാണെന്ന് അറിയാത്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ മഴ വീണ്ടും പെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. അതെത്രത്തോളം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് തെരച്ചിലിന്? അഭിലാഷേ, കഴിഞ്ഞ അരമണിക്കൂറായി തുടർച്ചയായി ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്ത്. ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട്. പക്ഷേ ആ മഴയിൽ വീണ്ടും നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഈ പ്രദേശത്തുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ മുകളിൽ നിന്നും നിരവധി ആളുകളെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കാരണം ഈ മല ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അവിടെ നിന്നും നൽകിയിട്ടുണ്ട്. ഏതായാലും രാവിലെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു നടത്തിയത്. നമ്മൾ വലിയ ആശ്വാസമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ 11:00 കൂടിയാണ് ആ പ്രദേശത്ത് നമുക്ക് എത്താൻ സാധിച്ചത്. ആ സമയത്ത് ഈ റഡാർ സിഗ്നലിൽ ഈ ലോറിയുടെ കൃത്യമായ ഒരു ലൊക്കേഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വലിയ തോതിലുള്ള മൺകൂന ഇതിന് മുകളിൽ ഉണ്ടായിരുന്നു. ആ മൺകൂന നീക്കുന്ന നടപടിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എല്ലാ JCBകളും ആ സമയത്ത് ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഈ ലോറി ഇവിടുന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു ആ സമയത്ത് നടന്നിരുന്നതെങ്കിൽ ഒരു 3 മണിയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. 4:30 ആകുമ്പോഴേക്കും അത് ശക്തമായ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴ ആണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഈ പ്രദേശത്തുണ്ട്. എന്തായാലും ഇന്നാണ് ഈ രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ ഇത്തരത്തിൽ ഊർജിതമായി നടത്തിയത്. ഇന്നലെയൊക്കെ മന്ദഗതിയിലായിരുന്നു. 2-3 JCB മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയാണ്. ഏതായാലും ഇപ്പോഴും ഈ കുടുംബം പറയുന്നത് പോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക ഇപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ 6 മണിക്ക് ഈ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. കാരണം ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും ഭീഷണി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും നമ്മൾക്ക് ഇപ്പോഴും ആ പ്രദേശത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. മറ്റാരെയും തന്നെ ആ ഭാഗത്ത് കടത്തിവിടുന്ന അവസ്ഥയുമില്ല. ഇപ്പോൾ നിലവിൽ ഈ 3 JCB മാത്രമാണുള്ളത്. ഈ മണ്ണ് നീക്കം ചെയ്യുക, അതായത് ലൊക്കേഷൻ നേരത്തെ കിട്ടിയ ആ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുക. പക്ഷേ ഇത്തരത്തിൽ മണ്ണ് നീക്കിയാൽ ഒന്നും ഈ ലോറി കണ്ടെത്താൻ പെട്ടെന്നൊന്നും സാധിക്കില്ല. വലിയ സംവിധാനങ്ങൾ അതിന്
ഉപയോഗിക്കണമെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. ഏതായാലും നാളെ സിദ്ധരാമയ്യ ഇവിടെ എത്തുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ ഈ പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ സമയം ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. ആ സമയത്തും നേരിയ മണ്ണിടിച്ചിലുണ്ടായി. പിന്നീട് എല്ലാവരെയും താഴേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെക്കാൻ ആണ് സാധ്യത എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇനി നാളെ മാത്രമേ രക്ഷാപ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കൂ. അതായത് ബൈജു, ഈ രാത്രി സമയങ്ങളിൽ ഇവിടെ രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്നാണോ ഇപ്പോൾ ബൈജു തന്നെ സൂചിപ്പിച്ചു? ഇതിപ്പോൾ ഏത് സമയത്തും വീണ്ടും മണ്ണിടിയാവുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മഴ മാറി നിന്നു എന്നത് മാത്രമാണ് ആശ്വാസം. മഴ കൂടിയാൽ വീണ്ടും ഇതിന്റെ തുടർച്ചയായി മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി അങ്ങനെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ വീണ്ടും അപകടത്തിനുള്ള സാധ്യതയുണ്ട്. അതാണോ ഇപ്പോൾ മുന്നിൽ കാണുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായിട്ടുള്ളത്. നേരിയ മഴ വന്നാൽ തന്നെ ഇതേ കുന്നിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആ പല പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നനഞ്ഞ മണ്ണാണ് ഈ പ്രദേശത്ത്. നമുക്ക് എൻ്റെ പിറകിൽ തന്നെ കാണാം, ആ വളരെ നനഞ്ഞ മണ്ണാണ്. ഇവിടെയും എനിക്ക് പിറകിൽ കാണുന്ന സ്ഥലത്തും പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ അവസ്ഥയിലാണ്. ഇവിടെ നിൽക്കുന്നത് പോലും അപകടമാണ്. ഇവിടെ നിന്നും മാറി നിൽക്കാൻ രാവിലെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന് തൊട്ട് സമയം ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിനപ്പുറം നമുക്ക് പ്രവേശനമില്ല. കാരണം അത്രത്തോളം ഭീകരമാണ് ആ സ്ഥലത്തെ ഒരവസ്ഥ. ചെറിയ മഴ വന്നാൽ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന ഒരു സാധ്യതയാണ്. പക്ഷേ അപ്പോഴും നല്ല കാലാവസ്ഥ ഇന്നുണ്ടായിട്ടും ഈ വേണ്ട രീതിയിൽ അത്തരത്തിലുള്ള ഒരു തിരച്ചിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം അല്പസമയം മുമ്പും നമ്മോട് പരാതിപ്പെട്ടത്. അവർ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെയുണ്ട്. അവരൊക്കെ ഈ വൈകുന്നേരം ഉച്ചയോടുകൂടി തന്നെ എല്ലാവരുടെയും താഴേക്ക് പറഞ്ഞേക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയത്. ഏതായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇന്ന് രാവിലെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഒരു പക്ഷേ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഈ പ്രദേശം സന്ദർശിക്കുന്നു എന്ന ഒരു പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ജില്ലാ കളക്ടറും SP ഉൾപ്പെടെ വലിയ സംവിധാനങ്ങളാണ് നമ്മൾ ആ സമയത്ത് കണ്ടത്. പക്ഷേ അത് ഉച്ചയോടുകൂടി ഈ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ഇനി സമാനമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. രണ്ടോ മൂന്നോ JCB ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം എത്രത്തോളം അഭിലാഷ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ആ പുഴ ഇതിന് സമീപത്തായി മണ്ണിടിഞ്ഞതിന് സമീപത്തായി പുഴയുടെ പകുതി ഭാഗം പൂർണ്ണമായും ഇത്തരത്തിൽ മണ്ണ് വീണ് ഇത്തരത്തിൽ മൂടിയ ഒരു അവസ്ഥയാണ്. എന്തായാലും പുഴയിലും തിരച്ചിൽ നടത്തിയിരുന്നു. പ്രധാനമായും ഈ പ്രദേശത്തെ ഒരു 1-2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ പുഴയിലും ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഉച്ചയോടുകൂടി അതും അവസാനിപ്പിച്ചു. ആരെയും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ അർജുൻ അപകടത്തിൽപ്പെട്ട അതേ സ്ഥലത്തിന് 2-3 വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് 2-3 പേർ ഇത്തരത്തിൽ മരണപ്പെട്ട ഒരു സാഹചര്യം ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് സമീപത്തുള്ള കടയിലാണ് 7 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ ഇപ്പോൾ നടക്കുന്ന ഈ തിരച്ചിൽ അത് പോരാ, വലിയ തോതിലുള്ള തിരച്ചിൽ ഉണ്ടായാൽ മാത്രമേ ഈ കണ്ടെത്താൻ പറ്റൂ എന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ പ്രധാനമായും കുടുംബം ആവശ്യപ്പെടുന്നത് സൈന്യത്തെ കൊണ്ടുവരണം, സൈന്യത്തെ കൊണ്ട് തിരച്ചിൽ നടത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നതും. അഭിലാഷ്, തീർച്ചയായും ബൈജു, ഇതിലിപ്പോൾ